അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. മധുരം അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തായാലും ഇത് വളരെ നാടൻ ഒരു വിഭവമാണ്. നമുക്ക് വളരെ കോമൺ ആണെന്ന് പറയാം. അതായത് വളരെ സാധാരണമായൊരു വിഭവം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാര്യം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇത് കേസരിയാണ്. കേസരി എന്ന് പറഞ്ഞാൽ പലതരം കേസരികൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകാം, കണ്ടിട്ടുണ്ടാകാം. നമ്മൾ മാജിക് അവനിലൂടെയും കേസരി 1, 2, 3 തരം കാണിച്ചിട്ടുണ്ട്. നോർമൽ ഓർഡിനറി കേസരി കാണിച്ചിട്ടുണ്ട്, കാരമൽ കേസരി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇതൊരു കോക്കനട്ട് കേസരി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും? ഇത് ഭയങ്കര കളർഫുള്ളൊന്നും അല്ല, നല്ല വൈറ്റ് കളറായിരിക്കും. അപ്പോൾ നമ്മളുടെ കോക്കനട്ട് കേസരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോംബെ റവ 1/2 കപ്പ്, പഞ്ചസാര 1 കപ്പ്, നെയ്യ് 1/2 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്, തേങ്ങാപ്പാൽ 2 മുതൽ 2.5 കപ്പ് വരെ ആകാം, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ 2 കാര്യം, ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് 1/2 കപ്പ് ബോംബെ റവ. ഇത് ഡ്രൈ റോസ്റ്റഡ് ബോംബെ റവ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് പാക്കറ്റിൽ, റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇനി വറുക്കാത്ത റവയാണെങ്കിൽ നമ്മളൊരല്പം നെയ്യ് ഉപയോഗിച്ചിട്ടൊന്ന് വറുത്ത് എടുക്കുക. അപ്പോൾ ഇത് റോസ്റ്റഡ് റവയാണ്. അതിലേക്ക് അടുപ്പ് ഞാൻ കത്തിച്ചിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് 2 2.5 കപ്പ് തേങ്ങാപ്പാൽ. ഒരുപാട് നെടുകിയ പാലല്ല, എന്നാൽ ഭയങ്കര തിക്ക് മിൽക്കും ആവണ്ട. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് യോജിപ്പിക്കണം, കട്ടയില്ലാണ്ട് യോജിപ്പിക്കും. ഇതിപ്പോൾ തണുത്ത ഒരു ടെമ്പറേച്ചറാണ്. കാര്യം നമ്മളെ റൂം ടെമ്പറേച്ചറാണ്. തേങ്ങാപ്പാലിന് ചൂടില്ല, റവയ്ക്കും ചൂടില്ല. ഇനി ഇത് അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കണം. അപ്പോൾ റവ വേഗം ഇതിങ്ങനെ ടൈറ്റായിക്കൊണ്ടേയിരിക്കും. അടുപ്പൊന്ന് കത്തിക്കാം, എന്നിട്ട് കൈയെടുക്കാണ്ട് ഇളക്കാം. ഇതൊന്ന് തിള വന്നു തുടങ്ങുമ്പോൾ തന്നെ ടൈറ്റായി തുടങ്ങും. അതിൽ റവ പെട്ടെന്ന് വേഗമല്ലോ. ഇപ്പോൾ തിള വരാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മളുടെ റവ ഇങ്ങനെ വെന്ത് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ആകാനായിട്ട് തുടങ്ങും. കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ കുറുകി വരുന്നുണ്ടോ. അപ്പോൾ ഇനി കൈയെടുക്കാതെ ഇളക്കണം. കാര്യം കട്ട പിടിക്കരുതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കണം. ഇനിയിപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വേഗില്ല. അതുകൊണ്ടാണ് നമ്മൾ റവ ആവശ്യത്തിന് വെന്തോന്ന് നോക്കിയിട്ട് വേണം ഇനി പഞ്ചസാര ചേർത്ത്. ഇനി എന്താ ചെയ്യുന്നത്? ഇനിയാണ് നമ്മളിതിലേക്ക് പഞ്ചസാര, അളവ് പഞ്ചസാര ചേർക്കുന്നു. ഇത് 1 കപ്പ്. അപ്പോൾ 1/2 കപ്പ് റവയും 1 കപ്പ് പഞ്ചസാര. അപ്പോൾ ഇത് നല്ല സ്വീറ്റായിരിക്കും, നല്ല മധുരം, കേസരിക്ക് ആവശ്യമുള്ള മധുരം. ഞാൻ പറഞ്ഞല്ലോ, പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ അതൊന്ന് ലൂസാകും. പഞ്ചസാര അലിയും, അതനുസരിച്ചിട്ടൊന്ന് ലൂസാകും. അപ്പോൾ എന്തെങ്കിലും ഒരു കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കളർ ആഡ് ചെയ്യുന്നത്. പക്ഷേ സാധാരണ ഒരു സാധാ കേസരി ആണെങ്കിൽ ഒരു മഞ്ഞ നിറമാകാം, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് റെഡ് കളറാകാം, അങ്ങനെ ഏത് കളർ വേണമെങ്കിലും ആകാം. പക്ഷെ നമ്മളിതിൽ കളറൊന്നും ചേർക്കുന്നില്ല, പ്ലെയിൻ ആണ്. കാര്യം ഇത് കോക്കനട്ട് കേസരിയാണ്. അപ്പോൾ കോക്കനട്ടിൻ്റെ നിറം എന്താ? വൈറ്റ് അല്ലേ, അത് മതി. അപ്പോൾ നമ്മുടെ പഞ്ചസാരയെ അലിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കോക്കനട്ട് കേസരിയുടെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? തേങ്ങ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് 1 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ചേർക്കും. അതും കൂടി ചേർക്കും. നല്ല തേങ്ങയുടെ സ്വാദ് വരട്ടെ. തേങ്ങാപ്പാലും തേങ്ങയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഫ്രഷ് തേങ്ങ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് അധികം ദിവസമൊന്നും ഇരിക്കില്ല, 2 ദിവസം മാക്സിമം. ഇന്നിപ്പോൾ ഉണ്ടാക്കിയാൽ നാളെയും കൂടി ഉപയോഗിക്കാം. കാര്യം നല്ല ഫ്രഷ് തേങ്ങയല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതോടൊപ്പം കുറച്ച് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ വരെ ആകാം. 1 ടീസ്പൂൺ ഏലക്ക പൊടി. നല്ലൊരു മണം. എന്തായാലും തേങ്ങയുടെ ഒരു ഫ്ലേവർ എന്തായാലും ഉണ്ട്. തേങ്ങയുടെ മണമുണ്ട്, തേങ്ങാപ്പാലിൻ്റെയും തേങ്ങയുടെയൊക്കെ മണം നന്നായിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു ഫ്ലേവറിങ് ഏജൻ്റായിട്ട് ഇതിന് ചെയ്യുന്നത് ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ടൈറ്റായി തുടങ്ങുന്നു. അപ്പോൾ നമ്മളിനി നെയ്യ് ചേർത്ത് തുടങ്ങാം. അപ്പോൾ 1/2 കപ്പ് നെയ്യാണ് അളവ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നെയ്യ് കുറേശ്ശെ ചേർക്കാം. ടൈറ്റായി പാത്രത്തിൽ പിടിച്ചു തുടങ്ങി. നമ്മൾ നെയ്യ് ലാവിഷായിട്ട് ചെയ്യുകയാണ്. ശരിക്കും നല്ല ഒരു ഭയങ്കര ഒരു കേസരിയൊക്കെ ആണെങ്കിൽ ഡബിളാണ് നമ്മൾ ചേർക്കേണ്ടത്. 1/2 കപ്പിന് 1 കപ്പ് നെയ്യ് വരെ ചേർക്കും. പക്ഷെ നമുക്ക് അത്രയും വേണ്ട, നമുക്ക് 1/2 കപ്പിന് 1/2 കപ്പാണ്. റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ ചുറ്റി നോക്കുമ്പോൾ അറിയാം, ഇങ്ങനെ വിട്ട് വരുന്നുണ്ടോ, പാത്രത്തിൽ നിന്നൊരു ബോൾ പോലെ ആയിട്ട് വരും. ഇനി ഇത് നമ്മൾ നേരെ ഇത് നെയ്യ് തടവിയ ഒരു പാത്രം അതിലേക്ക് മാറ്റും. അപ്പം നെയ്യ് എടുത്ത സ്പൂണുണ്ട്, ആ സ്പൂൺ വെച്ച് തന്നെ ലെവൽ ചെയ്യാം.
ഇങ്ങനെ നമ്മുടെ കോക്കനട്ട് കേസരി റെഡിയാണ്. ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഇതേ അടുപ്പിൽ തന്നെ ഒരല്പം നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായി ഒന്ന് വറുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതിപ്പിച്ച് കൊടുക്കുക. പതിപ്പിച്ച് കൊടുത്താൽ മതി. അതായത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കും. നമ്മൾ ഇപ്പം ഞാൻ എടുത്ത അളവ് നെയ്യിൽ നിന്ന് ഒരല്പം ഞാൻ മാറ്റി വെച്ചിരുന്നു. കംപ്ലീറ്റ് 1/2 കപ്പ് ഞാൻ ഒഴിച്ച് തീർത്തില്ല. ഒരല്പം 1 സ്പൂൺ ഞാൻ വെച്ചിരുന്നു. അതിലാണ് നമ്മളിനി അണ്ടിപ്പരിപ്പ് വറുക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഏതാണ്ട് പാകത്തിന് മൂത്ത്. ഇനി നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് കിസ്മിസും കൂടി വേണമെങ്കിൽ വറുത്ത് വയ്ക്കാം. ഇതിൻ്റെ മേളിൽ അലങ്കാരമായിട്ട് വേണമെങ്കിൽ. ഓപ്ഷണലാണ്. ഞാൻ അതും കൂടി ഒന്ന് നോക്കാൻ പോകണം. ഇച്ചിരി കിസ്മിസും കൂടി എൻ്റെ കയ്യിലുണ്ട്. അതും കൂടി യൂസ് ചെയ്യാം. നല്ല മണം, നെയ്യിലിങ്ങനെ മൂക്കുന്നതിൻ്റെ ഒരു മണം. ഇതേ നെയ്യിൽ തന്നെ, ചൂടായി കിടക്കുന്ന നെയ്യിൽ തന്നെ നമുക്ക് കിസ്മിസും കൂടി വറുക്കാം. കുറച്ചു എല്ലാം ഗുണ്ടുമണീസാകും. തീ ഓഫ് ചെയ്യാം. നല്ല ചൂടായി കിടക്കല്ലേ. അങ്ങനെ കിസ്മിസും വറുത്തു. ഇനി നമ്മൾക്കിതിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ നിരത്താം. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ കോക്കനട്ട് കേസരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് അല്പസമയം കൊടുക്കുക. അതൊന്ന് സെറ്റാകാൻ. തണുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് കഷ്ണങ്ങളായിട്ടത് മുറിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം. അത് മുറിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ അങ്ങനെ ഒന്ന് നല്ല തണുക്കാനായിട്ട് സമയം കൊടുക്കുക. അതല്ല, കേസരി ചില സമയം നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ സ്കൂപ്പ് ചെയ്താണ് കഴിക്കുന്നത്. സ്കൂപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഉണ്ടാവില്ല. സ്പൂൺ കൊണ്ടിങ്ങനെ കോരി വിളമ്പാം. അങ്ങനെ ചെയ്താലും സ്വാദാണ്. അപ്പോൾ ഹോട്ട് കേസരി കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്കൂപ്പായിട്ടും, ഒരല്പം തണുത്തിട്ട് കൊടുക്കാനാണെങ്കിൽ ഷേപ്പായിട്ട് കട്ട് ചെയ്തും കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം.